പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ CPM പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ BLO കൊണ്ടുപോയതിന് CPM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഭീഷണിപ്പെടുത്തി. ഇതിനു പുറമെയാണ് ജോലിയുടെ സമ്മർദ്ദം. ഇതെല്ലാമാണ് BLOയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതേക്കുറിച്ച് ഗൗരവതരവും എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതുമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറെ കൂടി ഗൗരവത്തിൽ ഈ വിഷയം പഠിക്കണം. അമിതമായ ജോലിഭാരമുണ്ടെന്ന് സംസ്ഥാനത്ത് ഉടനീളെ BLOമാർ പരാതിപ്പെടുന്നുണ്ട്. BLOമാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. അവർക്ക് ജോലി ചെയ്തു തീർക്കാനാകുന്നില്ല. 3 തവണ ഒരു വീട്ടിൽ പോകണമെന്നാണ് നിർദ്ദേശം. 700 മുതൽ 1500 വോട്ടുകൾ വരെ ഓരോ ബൂത്തുകളിലുമുണ്ട്. BJPയും CPMും SIR ദുരുപയോഗം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. UDF അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദുരുദ്ദേശത്തോടെ BJP SIR നടപ്പിലാക്കുമ്പോൾ ആ ദുരുദ്ദേശം CPM മറ്റൊരു തരത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അതിനെ ശക്തമായി എതിർക്കും. SIR-ലൂടെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യുമെന്ന് സതീശൻ വിശദീകരിച്ചു. BJPയിൽ ഇപ്പോൾ 2 ആത്മഹത്യകൾ നടന്നു. ഒരാൾ ആത്മഹത്യാ ശ്രമം നടത്തി. കരിനിഴൽ വീണ BJP നേതാക്കളുടെ സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചാണ് ആത്മഹത്യാക്കുറിപ്പുകളിൽ പറയുന്നത്. BJP നേതാക്കൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് 2 ആത്മഹത്യാക്കുറിപ്പുകളിലും പറയുന്നത്. മുതിർന്ന BJP നേതാവ് MS കുമാറും ഗുരുതര ആരോപണമാണ് BJP നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പഴയ തലമുറയിൽപ്പെട്ട നേതാക്കളാണ് BJPയുടെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ആടിയുലയുന്ന BJPയുമായി ബന്ധം സ്ഥാപിക്കാനാണ് തിരുവനന്തപുരത്ത് CPM ശ്രമിക്കുന്നത്. CPMൽ നിന്നും രാജിവെച്ച മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ദേശാഭിമാനി ബ്യൂറോ ചീഫും ആയിരുന്ന 2 പേർ ഗുരുതര ആരോപണമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻമന്ത്രി BJP ഏജന്റാണെന്നാണ് പാർട്ടി വിട്ട മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി പാങ്ങോട് വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി RSS ശാഖയിൽ പോയിരുന്ന ആളെയാണ് നിർത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് BJP തകർന്ന് തരിപ്പണമാകുമ്പോൾ BJPയെ സഹായിക്കാൻ CPM രംഗത്തിറങ്ങിയിരിക്കുകയാണ്. BJP-CPM അവിഹിത ബന്ധത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ വിട്ട് RSS നേതാവ് ഹൊസബാളയുമായി ചർച്ച നടത്തിക്കുകയും പൂരം കലക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് BJP തകരുമ്പോൾ തകരാതെ സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇതെല്ലാം തിരുവനന്തപുരത്തെയും കേരളത്തിലെയും വോട്ടർമാർ തിരിച്ചറിയണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന വൈഷ്ണ സുരേഷ് ആ വാർഡിലെ വോട്ടറാണ്. വോട്ടർ പട്ടികയിൽ തെറ്റായ വീട്ടു നമ്പർ രേഖപ്പെടുത്തിയതിനാണ് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഹിയറിംഗ് നടത്തിയപ്പോൾ കൃത്യമായ തെളിവും നൽകിയിട്ടുണ്ട്. വൈഷ്ണ വ്യാജ വോട്ടറല്ല. പരാതി നൽകിയ ആളിന്റെ പേരിൽ പല വോട്ടുകളുണ്ട്. CPMും BJPയും വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. സ്ഥാനാർത്ഥി ആകുമെന്ന് മുൻകൂട്ടി കണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാനുള്ള കുൽസിത പ്രവർത്തനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കരുത്. വൈഷ്ണ സുരേഷിന്റെ വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം, സതീശൻ പറഞ്ഞു.